Hi JEE aspirant, നമ്മുടെ സെക്കൻഡ് ഫേസ് JEE എക്സാമിനേഷൻ ഏപ്രിൽ മന്തിൽ നടക്കുകയാണ്. അതിനു മുന്നേ നമുക്കൊരു ഫുൾ മോക്ക് എക്സാമിനേഷൻ എഴുതി റിയൽ ടൈം എക്സ്പീരിയൻസ് നമുക്ക് ചെയ്ത് എഫക്റ്റീവായി ടൈം മാനേജ്മെന്റ് ചെയ്ത് മാർക്ക് അറിഞ്ഞ് പെർസെൻറ്റേജിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ബ്രിങ്സ് കോൺഫിഡൻസ് ഇൻ യു വൈൽ റൈറ്റിംഗ് ദിസ് സെക്കൻഡ് ഫേസ് JEE എക്സാമിനേഷൻ. നമ്മുടെ GIB എക്സാമിനേഷനെ പറ്റിയാണ് പറയുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ലൈവ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. GIBയുടെ പ്രത്യേകത ആസ് യു നോ, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും എഴുതുന്ന എക്സാമിനേഷൻസ് ആണ്. എല്ലാ ജില്ലകളിലും നമ്മൾ എഴുതുന്ന എക്സാമിനേഷൻസ് ആണ്. സോ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക. ദി എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഓൺ 28th and 29th of March. 28-29 ദിവസങ്ങളിലായി ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും ഈ എക്സാമിനേഷൻസ് ഉണ്ടാവുക. സോ നിങ്ങളുടെ ഷിഫ്റ്റ് ഏതാണ്, ടൈം ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് പേഴ്സണൽ മെസ്സേജസിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. റൈറ്റ് നൗ നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ GIB എക്സാമിനേഷൻ CBT എക്സാമിനേഷൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ CBT എക്സാമിനേഷൻ എഴുതുമ്പോൾ ദേ വെർ അൺഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് പ്രോപ്പർലി. അത് കറക്റ്റായിട്ട് സ്ക്രീനും സിസ്റ്റവുമായിട്ടുള്ളൊരു റിതം സെറ്റായില്ല. സോ ദേ നീഡ് എ ടൈം. സോ അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആൻഡ് സെക്കൻഡ്ലി ടൈം മാനേജ്മെന്റ്. അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ലാസ്റ്റ് ഫേസിൽ വൺ ഓഫ് ദി മെയിൻ ഇഷ്യൂ ടൈം മാനേജ്മെന്റ് ആയിരുന്നു. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ലെങ്തി ആവുന്നു, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ബിറ്റ് കൺഫ്യൂസിങ് ആക്കി മാറ്റുന്നു. സോ പിന്നീട് പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. തേർഡ് കേസ്, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ എക്സാമിനേഷൻ കൺട്രോൾ ചെയ്യുക. നമ്മളാണ് എക്സാമിനേഷൻ എഴുതുന്നത്. സോ വി ഷുഡ് കൺട്രോൾ ദി എക്സാം. അല്ലാതെ എക്സാം ഒരിക്കലും നമ്മുടെ മൈൻഡ് സെറ്റിനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. സോ വളരെ സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുകയും അതൊരു ഫൈനൽ എക്സാമിനേഷൻ എങ്ങനെയാണോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അതേപോലെ GIB എക്സാമിനേഷൻ ഹാൻഡിൽ ചെയ്യുക. ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി വൺ ഓഫ് യു. ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്സ് അല്ലെങ്കിൽ പെർസെൻറ്റൈൽ അറിയാൻ പറ്റും. സോ ഈ പെർസെൻറ്റൈൽ ഫസ്റ്റ് ഫേസിൻ്റെ മാർക്സ് വേഴ്സസ് പെർസെൻറ്റൈൽ അനാലിസിസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്ക് ഭയങ്കര വലിയ മാർക്ക് ഉണ്ടാകുമ്പോഴാണ് വലിയ പെർസെൻറ്റൈൽ എന്നല്ല. We are able to get a very good percentile even if your score is minimum. നമ്മൾ 50% and above മാർക്സ് ഉള്ളവർക്കൊക്കെ 97 percentile and above ഫസ്റ്റ് ഫേസിൽ വന്നിരിക്കുന്നത് ഓർമ്മയുണ്ടാവുക. സോ ഫുൾ മോക്ക് എക്സാമിനേഷൻ ആണ്. ഗിവ് ഇറ്റ് എ ട്രൈ. നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുക. വളരെ പ്ലാൻ ചെയ്തിട്ട് എക്സാമിനേഷൻ എഴുതണം. ലൈക്ക് ഹൗ മെനി ക്വസ്റ്റ്യൻ ഷുഡ് ബി അറ്റൻഡഡ്, ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം കറക്റ്റ് ആണെന്നൊക്കെ ചെക്ക് ചെയ്യുക. സോ ഡു രജിസ്റ്റർ ഫോർ ദ GIB എക്സാമിനേഷൻ. രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. രജിസ്റ്റർ, റൈറ്റ് ദി എക്സാമിനേഷൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.